പയ്യന്നൂർ പാട്ടിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്. ചരിത്രപരമായിട്ടുള്ളൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ എന്നൊരു പട്ടണമുണ്ട്. അപ്പോൾ കപ്പൽ നിർമ്മാണ കേന്ദ്രമായ കച്ചിൽ പട്ടണത്തെയും അവിടെയുള്ള വ്യാപാരികളെയും കുറിച്ചുള്ള വിവരങ്ങൾ വിശദമായി നൽകുന്ന ഒരു കൃതിയാണ്. അതാണ് ചരിത്രപരമായ പ്രാധാന്യം. ആദ്യമായിട്ട് ഈ പയ്യന്നൂർ പാട്ടിനെ കുറിച്ചുള്ള പരാമർശം ഹെർമൻ കൊണ്ടട്ടാണ് നടത്തിയിട്ടുള്ളത്. ഹെർമൻ കൊണ്ടട്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിലാണ് അത് ആദ്യമായിട്ട് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഇത് കണ്ടെടുത്തത് മറ്റൊരാളാണ്, ഡോക്ടർ സ്കറിയ സക്കറിയ. എവിടെ നിന്നാണ്? ട്യൂബിംഗ്ടൺ സർവകലാശാലയിലെ ഗുണ്ടർട്ടിൻ്റെ താളിയോല ഗ്രന്ഥശേഖരത്തിൽ നിന്നാണ് ഇത് കണ്ടെടുത്തത്. അങ്ങനെ പയ്യന്നൂർ പാട്ടിൻ്റെ കയ്യെഴുത്ത് പ്രതി കണ്ടെടുത്ത് പിന്നീട് പ്രസിദ്ധീകരിച്ചു. സെൻറ്റ് ബെർഗ്മാൻ കോളേജ് ചങ്ങനാശ്ശേരിയാണ് പ്രസാധനം നിർവഹിച്ചിട്ടുള്ളത്. സെൻറ്റ് ബെർഗ്മാൻ കോളേജ് ചങ്ങനാശ്ശേരി. പയ്യന്നൂർ പാട്ടിലെ നായിക നീലകേശിനി എന്ന യുവതിയാണ്. പയ്യന്നൂർ പാട്ടിലെ പ്രമേയം ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ് എന്ന് സൂചിപ്പിച്ചുവല്ലോ. എങ്കിലും അതിലൊരു കഥ പറയുന്നുണ്ട്. അത് നീലകേശിനിയുടെ കഥയാണ്. പയ്യന്നൂർ പാട്ട് 104 എണ്ണം ഉണ്ട്. അതിൽ 103 എണ്ണമാണുള്ളത്, ഒരെണ്ണം ആവർത്തനമാണ്. അങ്ങനെയാണ് 104 വരുന്നത്. 5 വണ്ണം, മണിഗ്രാമം എന്നീ കച്ചവട സംഘങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. ക്രിസ്തുവർഷം 13-14 ശതകമായിരിക്കാം ഇതിൻ്റെ രചനാകാലമെന്നാണ് ഉള്ളൂരിൻ്റെ അഭിപ്രായം. കോവാതലച്ചെട്ടി 5 വണ്ണം കൂടും മണിക്കിരമത്തർ മക്കൾ നമ്മളാൽ 4 നഗരത്തിലും മലരെ കൊള്ളുക കുടിക്കു ചേർന്നവർ 4 കുടിക്കു ചേർന്നവരെ കൊണ്ടാർ എന്നിങ്ങനെ ഉള്ള വരികൾ അതിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പയ്യന്നൂർ പാട്ടിനെ കുറിച്ചുള്ള സാമാന്യ വിവരം. കൂടുതൽ പുസ്തകത്തെ പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കും.